ഡിലൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ചിക്കൻ ലോലിപോപ്പ് ആണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ ലോലിപോപ്പ്. അപ്പം നമുക്കിത് റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റൈലിൽ തന്നെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു ചിക്കൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ നമുക്ക് 4 ലോലിപോപ്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 2 ചിക്കനൊക്കെ ആയിട്ട് നമ്മളൊരു ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിങ്സ് മാത്രം എടുത്ത് മാറ്റി വെച്ചാൽ കുട്ടികൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നതാവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലോലിപോപ്പായിട്ട് തന്നെ റെഡിയാക്കി വെച്ചേക്കുന്നത് തന്നെ വാങ്ങാൻ കിട്ടും. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ്റെ വിങ് പാർട്ടാണിത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് 2 ലോലിപോപ്പ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു വിങ് പാർട്ടിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ജോയിൻ നോക്കിയിട്ട് നല്ലൊരു ഷാർപ്പ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ പാർട്ടിൽ ഈ ഒരൊറ്റ ബോണേ ഉള്ളൂ. ഈ ഒരു ബോണിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ ഈ മീറ്റിൻ്റെ ഭാഗത്തിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. മാംസം എവിടെയാണോ അറ്റാച്ച് ചെയ്തേക്കുന്നത് ആ ഭാഗം ഒന്ന് നൈഫ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ താഴേക്ക് മാറ്റിയെടുക്കണം. നമ്മുടെ ഒരു ലോലിപോപ്പ് റെഡിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. ഇവിടെ 2 ബോണാണുള്ളത്, ഒരു ചെറിയ ബോണും ഒരു വലിയ ബോണും. അപ്പോൾ ഈ ചെറിയ ബോണിനെ ഇതിനകത്തുനിന്ന് നമ്മൾ മാറ്റിയെടുക്കണം. ഇത് മാറ്റാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തെ മീറ്റും നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഈ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ചിക്കൻ്റെ 2 വിങ്സിൽ വെച്ച് നമുക്ക് 4 ലോലിപോപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് വെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞ് അതിലേക്ക് ആദ്യം നമ്മൾ ഒരു പകുതി നാരങ്ങയുടെ നീര് ആദ്യം ചേർത്ത് കൊടുക്കുക. നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ജിഞ്ചറും ഗാർലിക്കും ചതച്ച് ഇട്ട് കൊടുക്കുക. പെപ്പർ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം വേണം നമ്മൾ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നു. കുറച്ച് പെപ്പർ, കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പതപ്പിച്ച് ചേർക്കാം. ഈ ബാറ്റർ ഇപ്പോൾ തിക്കാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനൊന്ന് ലൂസാക്കി എടുക്കണം. ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോകേണ്ട കാര്യമില്ല, ഈ ഒരു തിക്നെസ്സിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട്, ഇത് ബ്രെഡ് ക്രംസ് ആണ്, ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തു വെക്കണം. ഈ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രീസറിൽ വെക്കാം ഒരു 5 മിനിറ്റോളം. അതെന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ഇതിനോട് ചേർന്ന് വരും അന്നേരം. അപ്പോൾ നമ്മൾ ഓയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും പുറത്തേക്ക് തെറിച്ച് പോവാതെ അതിൽ തന്നെ സ്റ്റിക്കായിട്ടിരുന്നോളും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഞാനിതിട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിരുന്നത് കുക്കാവണം.
കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഫ്രൈ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ഇത് കുക്കായോ എന്ന് അറിയുന്നതെന്ന്. അപ്പോൾ നമ്മളിപ്പം ആദ്യം ഈ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല പോലെ പതഞ്ഞു അല്ലേ, ഈ ബബിളെല്ലാം വന്ന് നന്നായിട്ട് പതഞ്ഞു പോകും. ഇനി അത് കുക്കായിക്കൊണ്ടിരിക്കുന്തോറും ഈ പതഞ്ഞു വരുന്നതിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമുക്ക് നോക്കാം, ഇത് ഫ്രൈ ആകുന്ന സമയത്ത് ഈ പൊട്ടലും ഈ പതയലും എല്ലാം നന്നായിട്ട് കുറയും. അപ്പോൾ നമുക്കിതെടുക്കാം.